ഹലോ ട്രേഡേഴ്സ്. 1987 ഒക്ടോബർ 19 US സ്റ്റോക്ക് മാർക്കറ്റ് 22.6% ഒരൊറ്റ ദിവസത്തിൽ ക്രാഷായി. ഇന്നേ വരെ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഇൻട്രാഡേ ക്രാഷ് ആയിരുന്നത്. ആ ക്രാഷിന് കാരണം ഒരിക്കലും ഒരു യുദ്ധമോ എക്കണോമിക് കൊളാപ്സോ ഏണിംഗ് ഡിസാസ്റ്ററോ ഒന്നും ആയിരുന്നില്ല. പക്ഷേ വളരെ സിമ്പിളായ ഒരു മെക്കാനിക്കൽ ട്രേഡിംഗ് സിസ്റ്റം ആയിരുന്നു. നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണത് സംഭവിച്ചതെന്ന്. അപ്പോൾ ഇതാണ് അന്നത്തെ ഒരു ചാർട്ട്. ഈ ഒരു ഫോള് സംഭവിച്ചിരിക്കുന്നത് ഒരൊറ്റ ദിവസമാണ്, 1987 ഒക്ടോബർ 19. ഇത് അന്നത്തെ ന്യൂസ് പേപ്പറുകളിൽ വന്ന ചില ഇമേജുകളാണ്. അപ്പോൾ ഈ ഇമേജുകളും ഈ ന്യൂസിന്റെ ഹെഡിങ്ങും ഒക്കെ തന്നെ അന്നത്തെ എത്ര വലിയ ക്രാഷ് ആയിരുന്നു, എന്തായിരുന്നു അതിന്റെ ഇമ്പാക്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഈ ഒരു ക്രാഷിന് ശേഷം റോബർട്ട് ജെ ഷെല്ലിയർ എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ്, പിന്നീട് അദ്ദേഹം നോബൽ സമ്മാനമൊക്കെ നേടിയ ഒരാളാണ്. ഇദ്ദേഹം ഈ ഒരു ക്രാഷിന്റെ കാരണത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പഠിക്കുകയും നൂറുകണക്കിന് ഇൻവെസ്റ്റേഴ്സിനെയും ഹെഡ്ജ് ഫണ്ട് മാനേജേഴ്സിനെയും ഒക്കെ ഇന്റർവ്യൂ ചെയ്യുകയും ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളാണ് ഈ വീഡിയോയുടെ ആധാരം. എന്താണ് അന്നത്തെ ദിവസം സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് എവിടെയാണ് ഈ ട്രേഡിംഗ് ഓട്ടോമേഷൻ എന്നുള്ള ചിന്ത ലോകത്ത് ഉടലെടുത്തതെന്നും മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ ഈ കാണുന്ന ഇദ്ദേഹത്തിന്റെ പേര് റിച്ചാർഡ് ഡോൺചിയാൻ എന്നാണ്. ഇദ്ദേഹം ഒരു അമേരിക്കൻ ട്രേഡർ ആയിരുന്നു. ഒരു വലിയ കമ്പനിയുടെ ഫണ്ട് മാനേജർ ഒക്കെ ആയിരുന്നു ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം അക്കാലത്ത് കണ്ടെത്തിയ ഒരു കാര്യം, ഇമോഷൻസ് എങ്ങനെയാണ് ട്രേഡുകളെ ബാധിക്കുന്നത്, ഇമോഷണൽ ഡിസിഷൻ മേക്കിംഗ് മൂലം എങ്ങനെയാണ് ട്രേഡുകൾ നഷ്ടത്തിൽ പോകുന്നത്, എങ്ങനെയാണ് എയർലി എക്സിറ്റുകൾ സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇദ്ദേഹം ചിന്തിക്കുകയും അതിനെ മറികടക്കാനായിട്ട് ഒരു റൂൾ ബേസ്ഡ് സിസ്റ്റം ഇദ്ദേഹം ഉണ്ടാക്കുകയും ചെയ്തു. ഇത് 1940-കളിലാണ് നടക്കുന്നത്. അന്ന് കമ്പ്യൂട്ടർ ഒന്നും ഇല്ല. എന്നിരുന്നാലും ഇദ്ദേഹം ചില റൂൾസ് നോട്ട്ബുക്കിൽ എഴുതി വെക്കുകയും അത് ഫോളോ ചെയ്യുകയാണ് ചെയ്തത്. പിൽക്കാലത്ത് ട്രെൻഡ് ഫോളോയിങ്ങിന്റെ പിതാവ് എന്നൊക്കെയാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് എഡ് സൈക്കോട്ട എന്നാണ്. 1960-70 കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്തത് ഇദ്ദേഹമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡോൺചിയാന്റെ അതേ സിസ്റ്റമാണ് ഇദ്ദേഹം കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തത്. ആദ്യകാല കമ്പ്യൂട്ടറായ IBMന്റെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലാണ് ഇദ്ദേഹം ഡോൺചിയാന്റെ ആ ഒരു മെത്തേഡ് ഓട്ടോമേറ്റ് ചെയ്തത്. പക്ഷെ അന്ന് റൂൾ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം എന്ന മെത്തേഡിനോട് യോജിക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് റിച്ചാർഡ് ഡെന്നിസ് എന്ന് വിളിക്കുന്ന ഇദ്ദേഹം ഒരു പ്രൊഫഷണൽ ട്രേഡറാണ്. ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത് റൂൾ ബേസ്ഡ് ആയിട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഏതൊരു സാധാരണക്കാരനും ട്രേഡിങ്ങിൽ വിജയിക്കാം എന്നാണ്. പക്ഷേ വില്യം എഗ്ബർത്ത് എന്ന് പറയുന്ന ഇദ്ദേഹം റൂൾ ബേസ്ഡ് ആയി മാത്രം നോക്കിയത് കൊണ്ടൊന്നും സാധാരണ ഒരാൾക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റില്ല. അത് നാച്ചുറൽ ആയിട്ടൊരു ആളുടെ ഉള്ളിൽ വരേണ്ട കഴിവാണെന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇവരുടെ ഈ ആർഗ്യുമെന്റിന്റെ ഭാഗമായിട്ട് ഇവർ രണ്ടുപേരും കൂടി ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. അവരെന്താ ചെയ്തത്, അവര് പല മേഖലകളിലുള്ള ഒരുപാട് ആളുകളെ റിക്രൂട്ട് ചെയ്തു. അതിൽ പൈലറ്റുകൾ ഉണ്ടായിരുന്നു, ഡോക്ടർമാരുണ്ടായിരുന്നു, സാധാരണ വർക്കേഴ്സ് ഉണ്ടായിരുന്നു, ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ സമൂഹത്തിൽ കണ്ടുവരുന്ന പല മേഖലയിൽ നിന്നുള്ള കുറെ ആളുകളെ ഇവർ റിക്രൂട്ട് ചെയ്യുകയും അവരെ ഒരു റൂൾ ബേസ്ഡ് സിസ്റ്റം പഠിപ്പിക്കുകയും പിന്നീട് അവർക്ക് ഒരു എമൗണ്ട് നൽകിയിട്ട് അതിൽ ഈ റൂൾസ് ഫോളോ ചെയ്ത് ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറയുകയും ചെയ്തു. ആ പരീക്ഷണത്തിൽ ഇവർ റിക്രൂട്ട് ചെയ്ത എല്ലാവരും നല്ല പ്രോഫിറ്റബിൾ ആയി ട്രേഡ് ചെയ്തു. ആ ഒരു മെത്തേഡിനെ ടേർട്ടിൽ ട്രേഡിംഗ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷണം വിജയമായതിൻ്റെ പിന്നാലെയാണ് ഇത്തരത്തിലുള്ള റൂൾ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റങ്ങൾ ലോകത്ത് പ്രശസ്തി ആർജിച്ചത്. ഈ ടേർട്ടിൽ ട്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കണ്ടന്റ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ അവരുടെ ആ ഒരു ടേർട്ടിൽ ട്രേഡിംഗ് മെത്തേഡ് വിജയകരമാവുകയും റൂളുകൾ ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡിങ്ങിൽ വിജയിക്കാമെന്ന് വരികയും ചെയ്തതോടെ ഒരുപാട് ആളുകൾ ഇത്തരം മെക്കാനിക്കൽ സിസ്റ്റങ്ങളുമായിട്ട് അക്കാലത്ത് മുന്നോട്ട് വരികയൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ വന്ന ഒരാളാണ് ജിം സൈമൺസ്. അപ്പോൾ ഇദ്ദേഹത്തിന് വലിയ ഹെഡ്ജ് ഫണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു മാത്തമാറ്റീഷ്യനും കോഡ് ബ്രേക്കർ ഒക്കെ ആയിരുന്നു. വലിയ രീതിയിൽ ക്വാണ്ട് കമ്പ്യൂട്ടിംഗ് ഉപയോഗിച്ച് അക്കാലത്ത് ട്രേഡുകളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ ഇദ്ദേഹം മുൻകൈ എടുക്കുകയും അതിൽ വിജയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്നത്തെ കാലത്ത് മോർഗൻ സ്റ്റാൻലി ഉൾപ്പെടെയുള്ള ഹെഡ്ജ് ഫണ്ടുകൾക്ക് ഇദ്ദേഹത്തിന്റെ ക്വാണ്ട് സിസ്റ്റങ്ങൾ നൽകുകയും അവര് അതൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ മെക്കാനിക്കൽ സിസ്റ്റങ്ങളെ വാൾ സ്ട്രീറ്റിലേക്ക് അല്ലെങ്കിൽ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വ്യാപകമായി ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ച് ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളും ഇദ്ദേഹത്തിന്റെ സിസ്റ്റങ്ങളും ഒക്കെയാണ്. അപ്പൊ അങ്ങനെ 1987 ആയപ്പോഴത്തേക്കും ഒരുപാട് മെക്കാനിക്കൽ ട്രേഡിംഗ് സിസ്റ്റങ്ങൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ അന്നത്തെ കാലത്ത് നിലവിൽ വന്നിരുന്നു. ഇനി നമുക്ക് റോബർട്ട് ജെ ഷെല്ലിയറുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് ആ ഒരു ചെറിയ അൽഗോരിതം വലിയ രീതിയിലുള്ള മാർക്കറ്റ് ക്രാഷിലേക്ക് നയിച്ചതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ വെച്ച്
അന്നത്തെ മാർക്കറ്റ് 1982 മുതൽ 87 വരെ വലിയൊരു ബുൾ റൺ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഓൾറെഡി വിചാരിക്കുന്നുണ്ടായിരുന്നു മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആണ്, ഇത് താഴത്തേക്ക് പോകാമെന്നൊക്കെ. അപ്പോൾ അക്കാലത്ത് 1987 ഇൻട്രസ്റ്റ് റേറ്റുകൾ വർദ്ധിപ്പിക്കുകയും അതുമൂലം ചെറിയൊരു പാനിക് മാർക്കറ്റ് ക്രിയേറ്റ് ആവുകയുണ്ടായി. അപ്പോൾ അത് ഇത്ര വലിയ വീഴ്ചയിലേക്ക് വീഴാൻ പാകത്തിനുള്ള ഒരു പാനിക്കൊന്നും ആയിരുന്നില്ല. എന്നിരുന്നാലും ചെറിയൊരു പാനിക്കൊക്കെ ആ സമയത്ത് മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. മാർക്കറ്റിനെ അന്ന് അത്ര വലിയ ക്രാഷിലേക്ക് നയിക്കാൻ കാരണമായ ആ ഒരു മെക്കാനിക്കൽ ട്രേഡിംഗ് സിസ്റ്റത്തിന്റെ പേര് പോർട്ട്ഫോളിയോ ഇൻഷുറൻസ് എന്നായിരുന്നു. ലെയ്ലാൻഡ് ഒബ്രിയൻ അസോസിയേഷൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി വ്യാപകമായി തന്നെ മിക്ക ഹെഡ്ജ് ഫണ്ടുകൾക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഈ പോർട്ട്ഫോളിയോ ഇൻഷുറൻസ് എന്ന് പറയുന്ന സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു സിസ്റ്റം ചെയ്തിരുന്നത് ഇത്ര വലിയ മാർക്കറ്റ് ക്രാഷ് ഉണ്ടാകാനൊന്നും ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അസറ്റുകളെ ഡൗൺ സൈഡ് ഫോളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ആയിരുന്നത്. അപ്പം അന്നത്തെ കാലത്ത് ഓപ്ഷൻ മാർക്കറ്റ് അത്ര ലിക്വിഡ് ആയിരുന്നില്ല, എക്സ്പെൻസീവ് ആയിരുന്നു ഫ്യൂച്ചേഴ്സിനെ അപേക്ഷിച്ച്. അപ്പം അന്ന് ലാർജ് സ്കെയിലിൽ ഓപ്ഷൻസ് വെച്ച് ഹെഡ്ജ് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ലായിരുന്നു. അതിനെ മറികടക്കാനായിട്ട് കുറച്ചുകൂടി ലിക്വിഡും ചീപ്പറുമായ ഫ്യൂച്ചേഴ്സ് ആണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോർട്ട്ഫോളിയോ ഇൻഷുറൻസ് എന്ന് പറയുന്ന ആ ഒരു ട്രേഡിംഗ് സിസ്റ്റം ചെയ്തിരുന്നത് മാർക്കറ്റ് വീഴുമ്പോൾ ഫ്യൂച്ചേഴ്സ് സെല്ല് ചെയ്യുക എന്നുള്ളൊരു മെത്തേഡ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി പോർട്ട്ഫോളിയോ എക്സ്പോഷർ കുറയ്ക്കുകയും അതുവഴി നഷ്ടം വരാനുള്ള സാധ്യത കുറയ്ക്കുകയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഈ സിസ്റ്റം ഓട്ടോമേറ്റഡ് ആയിരുന്നു. തന്നെയുമല്ല അക്കാലത്ത് വ്യാപകമായി ഉപയോഗിച്ചു പോന്നിരുന്ന ഒരു റിസ്ക് കൺട്രോൾ സിസ്റ്റം കൂടിയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഐഡന്റിക്കൽ മോഡൽ, അതായത് ഈ ഒരു പോർട്ട്ഫോളിയോ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം ഒന്നിലധികം അല്ലെങ്കിൽ ഒരുപാട് ഹെഡ്ജ് ഫണ്ടുകൾ ഒരേ സമയം യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിന് മൂലം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ആദ്യം ചെറിയൊരു പാനിക്കിൽ മാർക്കറ്റ് താഴോട്ട് വന്നപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ പോർട്ട്ഫോളിയോ ഇൻഷുറൻസ് എന്ന് പറയുന്ന സിസ്റ്റം ഫ്യൂച്ചേഴ്സ് സെല്ല് ചെയ്തു. ഫ്യൂച്ചേഴ്സ് സെല്ല് ചെയ്യുമ്പോൾ വീണ്ടും മാർക്കറ്റ് താഴേക്ക് വരുന്നു. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വീണ്ടും ഈ ഒരു സിസ്റ്റം ഫ്യൂച്ചേഴ്സ് സെൽ ഓഫ് ചെയ്യുന്നു. ഈ ഒരു ലൂപ്പ് കണ്ടിന്യൂ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഈ മെക്കാനിക്കൽ ട്രേഡിംഗ് സിസ്റ്റത്തിന് അറിയില്ല മാർക്കറ്റ് എന്തുകൊണ്ടാണ് വീഴുന്നതെന്ന്. അതിനെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് എപ്പോൾ വീണാലും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫ്യൂച്ചേഴ്സ് സെല്ല് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഫ്യൂച്ചേഴ്സും സ്പോട്ട് മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് കുറയുന്നു. അപ്പോൾ അതിനെ ആർബിട്രാജ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ആർബിട്രാജ് കൂടുകയും അത് വീണ്ടും മാർക്കറ്റിനെ താഴേക്ക് വീഴാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. വീണ്ടും താഴേക്ക് വീഴുമ്പോൾ ഈ പറയുന്ന സിസ്റ്റം വീണ്ടും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫ്യൂച്ചേഴ്സ് സെല്ല് ചെയ്തു പോകുന്നു. അപ്പോൾ അങ്ങനെ റൂൾ ബേസ്ഡ് സെല്ലിംഗ് നടന്ന് ഇത് ഫൈനലി വലിയൊരു ഡിസാസ്റ്ററിലേക്ക് പോവുകയാണ് ചെയ്തത്. ഏറ്റവും മോശമായ ഒരു സമയത്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത ഒരു സിസ്റ്റത്തിന് ഉദാഹരണമാണിത്. സാധാരണ ഒരു മാർക്കറ്റ് കണ്ടീഷൻ ആയിരുന്നെങ്കിൽ ഈ ഒരു സിസ്റ്റം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യേണ്ടതാണ്. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ ഇത് ഇത്തരത്തിലുള്ള വലിയൊരു ഡിസാസ്റ്ററിലേക്ക് മാർക്കറ്റിനെ തള്ളിയിടുകയാണ് ചെയ്തത്. അപ്പം അന്ന് മാർക്കറ്റ് സാധാരണയിലും വീക്കറായിട്ടാണ് ഓപ്പൺ ചെയ്തത്. ഫ്യൂച്ചേഴ്സ് ഓൾറെഡി ഗ്യാപ് ഡൗൺ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അൽഗോരിതംസ് ഫ്യൂച്ചേഴ്സ് വീണ്ടും സെല്ല് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഫ്യൂച്ചേഴ്സ് വീണ്ടും വീണു, അൽഗോരിതംസ് വീണ്ടും കൂടുതൽ സെല്ല് ചെയ്തു. മാർക്കറ്റിൽ വോളറ്റാലിറ്റി കൂടി. 12 മണിയോടുകൂടി ഈ നോർമൽ ഹ്യൂമൻ ട്രേഡേഴ്സ് ഒക്കെ അന്ന് ഫ്രീസ് ആവുകയും അവരുടെ പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്യുകയൊക്കെ ചെയ്തു. അതോടുകൂടി ഫ്യൂച്ചേഴ്സ് വീണ്ടും വീണു. 3 മണിയോടുകൂടി ഈ ട്രേഡിംഗ് സിസ്റ്റം വീണ്ടും മാസീവായിട്ട് തന്നെ സെല്ല് ചെയ്തു. 4 മണിയോടുകൂടി മാർക്കറ്റിൽ ബയേഴ്സ് ഒന്നും അവൈലബിൾ അല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. അന്നത്തെ ദിവസം എൻഡ് ആയത് 22-23% ഡ്രോപ്പിന് ശേഷമാണ്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് മൺഡേ എന്ന് വിളിക്കുന്ന ആ ഒരു വലിയ ക്രാഷിന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് ചേഞ്ചുകൾ വന്നു. അപ്പോൾ ഇത്തരം അൽഗോരിതംസിനെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ മാർക്കറ്റ് ഒരു പരിധിയിൽ കൂടുതൽ ക്രാഷ് ആവുകയാണെങ്കിൽ ബ്രേക്കേഴ്സ് നിലവിൽ വന്നു. അതായത് ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജിന് മുകളിൽ മാർക്കറ്റ് ക്രാഷ് ആയാൽ മാർക്കറ്റ് മൊത്തത്തിൽ ഒരു ഹോൾട്ട് എടുക്കാൻ തുടങ്ങി. ഈ പറയുന്ന ഇൻഡെക്സ് ആർബിട്രാജ് കൺട്രോൾസ് നിലവിൽ വന്നു. ഫ്യൂച്ചേഴ്സും മാർക്കറ്റ്സും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് ആർബിട്രാജ് എന്ന് വിളിക്കുന്നത്. അതിനെ കൺട്രോൾ ചെയ്യാനുള്ള റൂൾസ് റെഗുലേഷൻസ് ഒക്കെ നിലവിൽ വന്നു. അത്തരത്തിലുള്ള ഒരുപാട് ഇംപ്ലിമെൻറ്റേഷൻസ് ഈ ഒരു ക്രാഷിന് ശേഷം വന്നു. പക്ഷേ ഇങ്ങനെ ഒരു ക്രാഷ് സംഭവിച്ചത് കൊണ്ട് ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് അതോടുകൂടി നിന്നു പോവുകയല്ല, പക്ഷേ ഇതിൻ്റെ സാധ്യതകൾ ആളുകൾ മനസ്സിലാക്കുകയാണ് ചെയ്തത്. എത്രത്തോളം കേപ്പബിൾ ആണ് ഇത്തരം ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് സിസ്റ്റംസ് എന്ന് അന്ന് ലോകത്തിന് മനസ്സിലാവുകയും അവർ അതിനെ അഡാപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നീട് ഈ ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രം ഒതുങ്ങാതെ റീറ്റെയിലേഴ്സിലേക്ക് വരെ എത്തി. 2005 കാലഘട്ടത്തിൽ MT4, MT5 തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളാണ് അതിന് തുടക്കമിട്ടത്. പിന്നീട് 2008-2015 കാലങ്ങളിൽ പൈത്തോണിൻ്റെ വരവോടുകൂടി
അത് കൂടുതൽ ശക്തി പ്രാപിച്ചു. 2015-2020 കാലഘട്ടത്തിൽ ബ്രോക്കേഴ്സ് വ്യാപകമായിട്ട് API ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡിംഗ് സിസ്റ്റംസ് കൊണ്ടുവരികയും റീറ്റെയിലേഴ്സിന് ആക്സസബിൾ ആക്കുകയൊക്കെ ചെയ്തു. ഇന്ന് നമ്മുടെ AI ടൂളുകളുടെ വരവോടെ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഇത്തരം സിസ്റ്റങ്ങൾ ഡിസൈൻ ചെയ്യുകയും മാർക്കറ്റിൽ ഡിപ്ലോയ് ചെയ്യുകയൊക്കെ ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരെ വന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഒരു ചെറിയ ഓട്ടോമേറ്റഡ് സിസ്റ്റം എങ്ങനെയാണ് മാർക്കറ്റിനെ ഏറ്റവും വലിയ ഇൻട്രാഡേ ക്രാഷിലേക്ക് തള്ളിയിട്ടതെന്നാണ് നമ്മൾ ചർച്ച ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്